Welcome to another session of Industrial Engineering. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, പെർട്ടേഴ്സ് APM ആൻഡ് ക്യൂഎൻ തിയറി. ഇവിടുന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ലൈവിലുള്ളവരൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നിലെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in PERT, critical activity has. In PERT, critical activity has. Option A, maximum float. Option B, zero float. Minimum float. Minimum cost. അങ്ങനെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് അന്ന് ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്താന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിന്റെ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? സീറോ ആയിരിക്കും. എന്താ ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഫ്ലോട്ട്? ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താ? ഫ്രീ ടൈം. ഫ്രീ ടൈം, എന്തുമാത്രം സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു വീട് പണി എടുക്കുവാന്ന് വിചാരിക്കാം. ഒരു വീട് പണി വീട് പണിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോൺ വർക്ക് ചെയ്യണം, തറ അല്ലെ, ഫൗണ്ടേഷന്റെ വർക്ക് ചെയ്യണം. ഫൗണ്ടേഷൻ ഓക്കെ, ഫൗണ്ടേഷന്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോൺ വർക്ക് ചെയ്യണം. കല്ല്, ഫൗണ്ടേഷന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കല്ലും കൊണ്ട് പണിയണം. ഓക്കെ, എന്ത്? സ്റ്റോൺ വർക്ക്. സ്റ്റോൺ വർക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റൂഫ് വർക്ക് ചെയ്യും അല്ലേ, മുകളിൽ വാർക്കും. അപ്പൊ അടുത്തതാണ് റൂഫ് വർക്ക്. റൂഫ് വർക്ക് കഴിഞ്ഞാൽ മെയിൻ പണികളൊക്കെ കഴിഞ്ഞു. ഓക്കെ, വീടിന്റെ പണി ഏകദേശം തീർന്നു. ഓക്കെ, അപ്പൊ ഈ റൂഫ് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോൺ നമ്മൾ എന്ത് ചെയ്യും? പ്ലാസ്റ്ററിങ്ങിന്റെ പരിപാടി. അതായത് നമ്മുടെ വീടിന്റെ പ്ലാസ്റ്ററിങ്, തേപ്പ്. പ്ലാസ്റ്ററിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെയിന്റിങ്ങിന്റെ പരിപാടി ചെയ്യാം. പെയിന്റിങ്. അപ്പൊ ഇങ്ങനെ പല പല ആക്ടിവിറ്റീസ് ആണ് ഒരു വീട് പണിയുന്നതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് സ്റ്റോൺ വർക്ക് ചെയ്തു, പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിനും സപ്പോസ് ഒരു നിശ്ചിത ദിവസം 10 ദിവസം ഫൗണ്ടേഷൻ പണിയെടുത്തു, 6 ദിവസം സ്റ്റോൺ വർക്ക്, 6 ദിവസം റൂഫ് വർക്ക്, 6 ദിവസം പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, 6 ദിവസം കൊണ്ട് പെയിന്റിങ് നടത്തുന്നിരിക്കാം. ഓക്കെ, വീടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് അനുബന്ധമായിട്ട് വീടിന്റെ വാളിന്റെ പണി നമുക്ക് വേണ്ടി ചെയ്യാം. ശരിയല്ലേ? വാളിന്റെ പണി നമുക്ക് വേണമെങ്കിൽ വീടിന്റെ ഫൗണ്ടേഷനൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വാളിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വാളിന്റെ പണി ഇവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കാം. ഫൗണ്ടേഷൻ, അതായത് വീടിന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വാളിന്റെ ഒരു ഐഡിയ കിട്ടി, വാളിന്റെ പണി ചെയ്യാണ്. ചുറ്റുമതിൽ. ഓക്കെ, ചുറ്റുമതിലിന്റെ പണി ചെയ്യാണ്. ഒരു നമ്പർ 7 എടുക്കുക. ദെൻ മുറ്റം, ചുറ്റുമതിൽ ഇട്ട് കഴിഞ്ഞാൽ മുറ്റം കല്ല് വിളിക്കാം അല്ലേ? മുറ്റത്തെ കല്ല് വിരിക്കല്, ടൈൽ വർക്ക് മുറ്റത്തെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ വീട് പണി തീരാൻ വേണ്ടി വാളിന്റെ പണിക്ക് ഏകദേശം ഒരു വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമതിലാട്ടോ. ചുറ്റുമതിലിന്റെ പണി ഒരു 4 ദിവസം എടുക്കുമെന്ന് വിചാരിക്കാം. 4 ദിവസം. ഓക്കെ, ടൈലിന്റെ പണി ഒരു 3 ദിവസം എടുക്കണമെന്ന് വിചാരിക്കാം. 3 ദിവസം. ഈ വീടിന്റെ പണി തീരാൻ എത്ര ദിവസം വേണ്ടി വരും? ഈ വീടിന്റെ പണി തീരാൻ 10 6 16 6 22 6 28 6 34 ദിവസം വേണ്ടി വരും ഈ വീടിന്റെ പണി തീരാൻ വേണ്ടി. ഓക്കെ,
പാരലായിട്ടാണ് വാളിന്റെ വർക്കും ടൈലിന്റെ മുറ്റത്തെ ടൈലിന്റെ വർക്കൊക്കെ ചെയ്യണേ. ഓക്കെ, അതുകൊണ്ട് അത് വീടിന്റെ പണിയുടെ ഡ്യൂറേഷൻ അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇതിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ആക്ടിവിറ്റീസ് ഒക്കെയാണ് അല്ലെ. ഈ മെയിൻ ഏറ്റവും നീളം കൂടിയ ആ പാത്തിലുള്ള ആക്ടിവിറ്റീസിന് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഓക്കെ, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അല്ലാത്ത ആക്ടിവിറ്റീസ്, ഓക്കെ, വാളിന്റെ വർക്ക് ടൈലിന്റെ വർക്ക്, ഇതൊക്കെ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോൺ വർക്ക് ഞാൻ 6 ദിവസം കൊണ്ട് തീർക്കേണ്ടത് 7 ദിവസം കൊണ്ട് തീർത്തു എന്ന് വിചാരിക്കാം. വീണ്ടും കല്ലിന്റെ പണി, ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റോൺ വർക്ക് 6 ദിവസം കൊണ്ടാണ് തീർക്കേണ്ടത്. അത് ഞാൻ 10 ദിവസം കൊണ്ട് തീർത്തു, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് തീർത്തു, 10 ദിവസം കൊണ്ട് തീർത്തു എന്ന് വിചാരിക്കാം. എന്ത് സംഭവിക്കും? വീടിന്റെ പണി തീരാൻ ഇത് ഞാൻ 10 ദിവസം കൊണ്ട് തീർക്കുന്നെങ്കിൽ വീടിന്റെ പണി തീരാൻ എത്ര ദിവസം കൂടും? 34 ദിവസം എന്ന് പറയുന്നത് 38 ദിവസമാവും. പ്രൊജക്ട് ഡ്യൂറേഷൻ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, എന്താ? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പണിക്കാർക്ക് ഫ്രീ ടൈം ഇല്ല. ഓക്കെ, ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫ്ലോട്ട് 0 ആയിരിക്കും. ഓക്കെ, ഫ്ലോട്ട് എന്ന് പറയുന്നത് 0 ആണ്. ആ സമയത്ത് ഈ വാള് ചുറ്റുമതിൽ വളയുന്ന പണിക്കാരൻ അങ്ങനെ എന്ത് ചെയ്തു? 4 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണി 8 ദിവസം കൊണ്ട് തീർത്തെന്ന് വിചാരിക്കാം. 8 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ട് തീർത്താലും ഈ വീടിന്റെ പണിയുടെ ഡ്യൂറേഷൻ അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം അത് പാരലൽ വർക്കാണ്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല അത്. ഓക്കെ, അപ്പൊ അത് 8 ദിവസം കൊണ്ട് തീർത്താലും ഇവിടെ എന്താ, വാൾ വർക്ക് 8ാം ദിവസം കഴിയും. 8 ദിവസം കൊണ്ട് കഴിയും. പിന്നെ അതിന് ശേഷം ടൈലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. ഇപ്പൊ ടൈലിന്റെ വർക്ക് അല്പം ഡിലേ ആവുന്നു മാത്രം, പ്രൊജക്ട് ഡ്യൂറേഷൻ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, സാധാരണ പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ പാത്തിലുള്ള എല്ലാ ആക്ടിവിറ്റീസിന്റെയും ഫ്ലോട്ട് 0 ആയിരിക്കും. ആ ആക്ടിവിറ്റീസ് ഒരു ദിവസം ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്? പ്രൊജക്ട് ഡ്യൂറേഷൻ ഡിലേ ആവും. അവിടെ അവർക്ക് ഫ്രീ ടൈം ഇല്ല. ആ സമയത്ത് വാൾ പണിക്കാർ, ടൈലിന്റെ പണിക്കാർ, അവർക്ക് ഫ്രീ ടൈം ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. ഇഷ്ടം പോലെ ഒന്നും ഇല്ല, അവരിപ്പോ എന്താണ്, സാധാരണ 34 ദിവസം കൊണ്ടാണ് തീരുന്നത്. ഓക്കെ, 10 ദിവസം കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? വാളിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വാളിന്റെ പണിക്കാരനാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 24 ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും പണി കംപ്ലീറ്റ് ആവും. 24 ദിവസം അല്ല, 3 ദിവസം ടൈലിന്റെ പണിക്ക് വേണം വാളിന്റെ പണി കഴിഞ്ഞിട്ട് അല്ലെ. അപ്പോ 34 10 കുറച്ച് കഴിഞ്ഞാൽ 24, 24 - 3 21. അപ്പൊ ഈ വർക്ക് 21 ദിവസം കൊണ്ട് തീർത്താലും വീടിന്റെ പണി ഡിലേ ആവില്ല. ശരിയല്ലേ? വാൾ വർക്ക് 24 ദിവസം എന്ന് പറയുന്നത് 21 ദിവസം കൊണ്ട് തീർത്തു. എന്നാലും 22ാമത്തെ ദിവസം ഈ പുള്ളി ഒന്ന് പണി തീർത്ത് കഴിഞ്ഞാൽ, 3 ദിവസം കൊണ്ട് പണി തീർത്ത് കഴിഞ്ഞാൽ 34ാമത്തെ ദിവസം കൊണ്ട് വീണ്ടും പണി തീരും. സോ അതാണ് പറയുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫ്ലോട്ട് 0 ആണ്, അവർക്ക് ഫ്രീ ടൈം ഇല്ല. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനാണ് ഫ്ലോട്ട് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പെർട്ട്. പെർട്ട് സ്റ്റാൻഡ്സ് ഫോർ? ഓപ്ഷൻ ബി. ഓക്കെ, പെർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. അത് ചിലവർക്ക് ഒരു കൺഫ്യൂഷൻ ആകും. പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്, പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്നുള്ള ഓപ്ഷൻ വരും. പക്ഷെ അതല്ല, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ് കേട്ടോ. ഈ പ്രൊജക്ട് ഇവാലുവേഷൻ അല്ല. ഓക്കെ, ഒരു പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ എന്തുമാത്രം ഉണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് പെർട്ട് ആക്ച്വലി. പക്ഷെ പെർട്ടിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. അത് മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ പാത്ത് ഓഫ് എ നെറ്റ്വർക്ക് റെപ്രസെന്റ്സ്? ഓപ്ഷൻ എ, മിനിമം ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്, മാക്സിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ്, മാക്സിമം കോസ്റ്റ് റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്, മിനിമം കോസ്റ്റ് റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്. ബി ആണ്. മാക്സിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്. ഓക്കെ, നോക്കാം. ഇത് പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ക്രിട്ടിക്കൽ പാത്ത് റെപ്രസെന്റ്സ്, നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും നീളം കൂടിയ പാത്താണ് അല്ലെ. ഏറ്റവും നീളം കൂടിയ പാത്ത് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആ സ്ട്രൈക്ക് ആവുക, മാക്സിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്. പക്ഷെ അതല്ല, ആൻസർ എന്താണ്? മിനിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ് ആണ്. മിനിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. എന്തുകൊണ്ടാന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അതേ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ വീടിന്റെ പണിയാണ് അല്ലേ. നമ്മുടെ വീടിന്റെ പണി, അതിന്റെ ഒരു എക്സാമ്പിൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ വീടിന്റെ പണി തീരാൻ
ഇപ്പോൾ ഫസ്റ്റ് ആക്ടിവിറ്റി ഫൗണ്ടേഷൻ വർക്ക് 10 ദിവസം വേണം, സ്റ്റോൺ വർക്ക് 6 ദിവസം, റൂഫ് 6, പ്ലാസ്റ്ററിങ് 6, പെയിന്റിങ് 6. ഓക്കെ. പാരലായിട്ട് വാളിന്റെ ചുറ്റുമതിലിന്റെ പണി ചെയ്യുന്നു, വീണ്ടും മുറ്റത്തിന്റെ പണി ചെയ്യുന്നു. ഓക്കെ. ഈ വീടിന്റെ പണി തീരാൻ മിനിമം എത്ര ദിവസം വേണ്ടി വരും? ക്വസ്റ്റ്യൻ ഏതാണ്? ഈ വീടിന്റെ പണി തീരാൻ മിനിമം എത്ര ദിവസം വേണ്ടി വരും? 34 അല്ലേ? അതായത് 10 + 6 16, 6 22, 28, 6 34. അതായത് മിനിമം 34 ദിവസം വേണം ഈ വീടിന്റെ പണി തീരാൻ. ഓക്കെ. അതായത് നമുക്ക് 34 കിട്ടിയത് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷനൊക്കെ കൂട്ടി നമ്മൾ, അല്ലേ? ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷനെ കൂട്ടി. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം എത്ര സമയം എടുക്കും, അതല്ലേ? നമുക്കിപ്പോ ചെറിയ കൺഫ്യൂഷൻ വരാൻ കാര്യം എന്താണ്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്താ, അല്ലേ? ആ പ്രൊജക്ടിന്റെ നെറ്റ്വർക്കിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് പാത്താണ്. ആ ലോങ്ങസ്റ്റ് പാത്ത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ആ പ്രൊജക്ട് തീരാൻ എടുക്കുന്ന മിനിമം ടൈമാണ്, അല്ലേ? ഇപ്പൊ ഈ വീടിന്റെ പണി 34 ദിവസം കൊണ്ട് തീർക്കാം, വേണി 100 ദിവസം കൊണ്ട് തീർക്കാം, വേണി 1000 ദിവസം കൊണ്ട് തീർക്കാം. മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡിലേ ആക്കാമോ അത്രയും ഡിലേ ആക്കി വീടിന്റെ പണി തീർക്കാൻ പറ്റും, അല്ലേ? പക്ഷെ ഈ വീടിന്റെ പണി 32 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. കാരണം എന്താ? ക്രിട്ടിക്കൽ പാത്തിന്റെ ലെങ്ത് 34 ആണ്. ക്രിട്ടിക്കൽ പാത്ത് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? മിനിമം ടൈം റിക്വയർഡ് ഫോർ ദി കംപ്ലീഷൻ ഓഫ് എ പ്രൊജക്ട് ആണ്, കേട്ടോ? അപ്പൊ അത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാക്സിമം ടൈം അല്ല, എന്താണ്? മിനിമം ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് എ പ്രൊജക്റ്റ് ആണ്. ഓക്കെ. വെരി ഇമ്പോർട്ടന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ അത്, കേട്ടോ? വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഫോളോസ് ദി ഫോളോവിങ് ടൈം എസ്റ്റിമേറ്റ്, ഹാസ് ഫോളോവിങ് ടൈം Option A. എസ്റ്റിമേറ്റ്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് അഥവാ പെർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 3 ടൈം എസ്റ്റിമേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം ഈ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോബബിലിസ്റ്റിക് മോഡലാണ് നമ്മൾ പറയുന്നത്. പ്രോബബിലിസ്റ്റിക് മോഡൽ എന്താണ്? ഈ പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ട് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, ആ പ്രൊജക്റ്റുകളുടെ ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിന്റെയും എക്സാക്ട് ഡ്യൂറേഷൻ എത്രയാണെന്ന് നമുക്ക് അറിയണ്ടാവില്ല. എക്സാക്ട്, അതായത് ഒരു വലിയൊരു പ്രോജക്റ്റ്, അതിന്റെ ഓരോരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ്, അതിന്റെ ഓരോ ആക്ടിവിറ്റീസിന്റെ എക്സാക്ട് ഡ്യൂറേഷൻ എത്രയാണ്, അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ. എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഐഡിയ ഇല്ലാത്തത്? റിസർച്ച് ലൈക്ക്, അല്ലെ? റിസർച്ച് പോലെയുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ പരീക്ഷണം ഇതുവരെ ചെയ്യാത്ത പുതിയൊരു ആക്ടിവിറ്റി ചെയ്യാണ്, അത് പുതിയൊരു പ്രൊജക്ട് ചെയ്യുക, അതിനെ നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. ഇതുവരെ ചെയ്യാത്ത പുതിയ ഒരു സാധനം ചെയ്യാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി അവർ ഇതുവരെ ഉണ്ടാക്കാത്ത പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുവാണ്. ഓക്കെ. പുതിയൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവർ എന്താണ്? പുതിയൊരു വണ്ടി ഉണ്ടാക്കുവാണ്. അവർ ഇതുവരെ അങ്ങനത്തെ വണ്ടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ ആ വണ്ടി ഉണ്ടാക്കാനുള്ള ഓരോ കമ്പോണൻസ് ഉണ്ടാക്കാനുള്ള ടൈം, അതിന്റെ പെയിന്റിങ് ടൈം, അതിന്റെ അസംബ്ലിങ് ടൈം, ഇതൊന്നും കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയില്ലായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യാനാണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് പെർട്ട് ഉപയോഗിക്കുക. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, പെർട്ട് എവിടെ ഉപയോഗിക്കുന്നത്? എന്താണ്? റിസർച്ച്, R&D ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ. R&D ഡിപ്പാർട്ട്മെന്റിൽ എംപ്ലോയ് ചെയ്യുന്നത് ഈ പെർട്ട് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. അപ്പോൾ നോട്ട് ചെയ്തോളാം. അപ്പൊ ഇതിന്റെ ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈം, എക്സാക്ട് ടൈം എത്രയാണ് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എന്തുമാത്രം ടൈം എടുക്കും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ആക്ടിവിറ്റിന്റെ ഏകദേശ ടൈം എടുക്കും. ഏതൊക്കെ ടൈമാണ്? ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ മോസ്റ്റ് ലൈക്ലി എന്തുമാത്രം സമയം എടുക്കും,
ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ മോസ്റ്റ് ലൈക്ക്ലി എന്തുമാത്രം സമയം എടുക്കും? അതാണ് TM എന്ന് പറയുന്നത്, മോസ്റ്റ് ലൈക്ക്ലി ടൈം. TM അഥവാ മോസ്റ്റ് ലൈക്ക്ലി ടൈം. അതായത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ മോസ്റ്റ്ലി എത്ര ടൈം എടുക്കാൻ സാധ്യതയുണ്ട്? ഓക്കെ, ആ ടൈം കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം? ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഫാക്ടേഴ്സും അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പണിക്കാരനെ കിട്ടി, നല്ല കാലാവസ്ഥ കിട്ടി, നമുക്കിപ്പോൾ ഔട്ട്ഡോർ വർക്കൊക്കെ ആണെങ്കിൽ മഴയില്ലാത്ത നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ കിട്ടി, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളൊരു മെഷീനറി കിട്ടി. അങ്ങനെ ആ മെഷീനറി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ആക്ടിവിറ്റി എന്തുമാത്രം സമയം കൊണ്ട് തീർക്കാൻ പറ്റും. എല്ലാ ഫാക്ടേഴ്സും ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മിനിമം നമുക്ക് എന്തുമാത്രം സമയം വേണ്ടി വരും? അതാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്, ഒരു ആക്ടിവിറ്റി തീർക്കാൻ. അതുപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പെസിമിസ്റ്റിക് ടൈം. എന്താ പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്? എല്ലാ ഫാക്ടേഴ്സും ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പണിക്കാരൻ ഭയങ്കര മോശമാണ്, നമ്മുടെ ക്ലൈമറ്റ് അത്ര ശരിയല്ല, നമ്മുടെ മെഷീൻ അത്ര എഫിഷ്യന്റ് അല്ല, അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം സമയം എടുക്കും. അതാണ് എന്ത്? പെസിമിസ്റ്റിക് ടൈം. ഓക്കെ, ഇതിന്റെ എല്ലാം കൂടി ഒരു ആവറേജ് ആണെന്ത്? ഒരു ആക്ടിവിറ്റി ടൈം ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പെർട്ടില് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയും. എക്സ്പെക്റ്റഡ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് ആൻ ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് ഓഫ് മോസ്റ്റ് ലൈക്ക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഡിവൈഡഡ് ബൈ 6 ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ടൈംസ് ഓഫ് മോസ്റ്റ് ലൈക്ക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ബൈ 6 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു ആക്ടിവിറ്റീന്റെ ടൈം എന്ന് പറയുന്നത് 3 ടൈമുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, 3 ടൈമുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ത്? ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റീന്റെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈം 3 ടൈം എസ്റ്റിമേറ്റ്. ആ സമയത്ത് CPM എന്ന് പറയുന്നത് എന്താണ്? CPM എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ് നമ്മൾ പറയുന്നത്. ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് വെച്ചാൽ എന്താണ്? ഡിറ്റർമിനിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓരോ ആക്ടിവിറ്റീസിന്റെയും ഡ്യൂറേഷൻ എന്താണെന്ന് എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ? ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് നോളേജ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3 BHK റൂം പണിയാണ്, 3 BHK വീട് പണിയാണ്. ഒരു കോൺട്രാക്ടർ ആയിരക്കണക്കിന് 3 BHK വീട് പണിതിട്ടുണ്ടാവും അയാളുടെ കരിയറിൽ. അപ്പൊ അയാൾക്ക് കറക്റ്റ് അറിയാം ഒരു 3 BHK വീട് പണിയെങ്കിൽ എക്സാക്ട്ലി എത്ര ദിവസം വേണ്ടി വരും, ഓരോ ആക്ടിവിറ്റി, പ്ലാസ്റ്ററിങ് എത്ര ദിവസം വേണ്ടി വരും, പെയിന്റിങ് എത്ര ദിവസം വേണ്ടി വരും, മറ്റേത് എത്ര ദിവസം വേണ്ടി വരും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ള പ്രൊജക്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. മറ്റെന്താണ്? അത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡമ്മി ആക്ടിവിറ്റി ഈസ് യൂസ്ഡ് ഇൻ PERT നെറ്റ്വർക്ക് ടു ഡിസ്ക്രൈബ്. ഇതിലാണ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. പ്രിസീഡൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡമ്മി ആക്ടിവിറ്റി PERT നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. പ്രിസീഡൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഈ പ്രിസീഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഈ നെറ്റ്വർക്കിലേക്ക് നോക്കാം. ഈ നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി ഒരു പ്രത്യേകത ഉണ്ട്. ഈ ആക്ടിവിറ്റിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡി എന്ന ആക്ടിവിറ്റിന്റെ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റിന്റെ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ബോത്ത് ബി ആൻഡ് എ ആണ്.
ഓക്കെ. സോ നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം പറ്റും. ഇവിടെ എന്ന് 2ലേക്ക് വരച്ചു, സിയിലേക്ക് വരച്ചു. നമ്മൾ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഡി ബിക്ക് ശേഷം തുടങ്ങുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ എയുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടി, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഡമ്മി ആക്ടിവിറ്റി, ഡോട്ടഡ് ആയിട്ടുള്ള ഡമ്മി ആക്ടിവിറ്റി വരച്ചില്ലെങ്കിൽ സംഭവിക്കും, നമുക്ക് ആ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഡിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബി മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ആ സമയത്ത് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി കൂടി കൊടുത്തുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഡിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് ആരൊക്കെയാണ്? ബിയും എ ആണ്. അതായത് എയും ബിയും കഴിഞ്ഞാൽ മാത്രമേ ഡി എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രിസീഡൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, CPM ഈസ് ദി ആക്ടിവിറ്റി ഓറിയന്റഡ്. ഓക്കെ. അപ്പൊ പെർട്ടും CPM നമ്മൾ CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. പെർട്ട് എന്ന് പറയുന്നത് ഇവന്റ് ഓറിയന്റഡ് ആണ്. ഓക്കെ. പെർട്ട് എന്ന് പറയുന്നത് ഇവന്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ മറന്നു വായിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്തിരിക്കാം. പെർട്ട് എന്ന് പറയുന്നത് അത് പ്രോബബിളിസ്റ്റിക് മോഡലാണ്. പ്രോബബിളിസ്റ്റിക്, ചിലർക്ക് അത് മറന്നു പോകും. ഈ ഫോർ ഇവന്റ് ഓറിയന്റഡ് ആണ്. ഇവന്റ്. ഓക്കെ. ആ രീതിയിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് മറക്കൂല, ഒരു മാർക്ക് കിട്ടും കേട്ടോ. പെർട്ട് ഇവന്റ് ആണ്. CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ CPM ക്രാഷ് കോസ്റ്റ് സ്ലോപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കോസ്റ്റ് സ്ലോപ്പ്. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ കോസ്റ്റ് സ്ലോപ്പ്? ബി ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ്. എന്താണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്? ക്രാഷിംഗ് ഓഫ് എ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സഡൻ ഫെയിലിയർ ആണ്. ഫെയിലിയർ അല്ല. ക്രാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രാഷിംഗ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ റിസോഴ്സസ് കൊടുത്തിട്ട്, റിസോഴ്സസ് മീൻസ് മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സ്, അതൊരു റിസോഴ്സ് ആണ്. അല്ലെങ്കിൽ മെഷീനറി, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ മെഷീനറി, ഇതൊക്കെയാണ് അത് റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ റിസോഴ്സസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രൊജക്റ്റ് ഡ്യൂറേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. പ്രൊജക്റ്റ് ഡ്യൂറേഷനെ റെഡ്യൂസ് ചെയ്യുന്നു. ആ പരിപാടിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് വേറൊന്നുമല്ല, ഒരു പണി അത് 10 പേര് 20 ദിവസം കൊണ്ട് തീർക്കുന്ന പണിയെന്ന് വിചാരിക്കാം. 10 പേര് 20 ദിവസം കൊണ്ട് തീർക്കുന്ന പണിയാണ്. ഓക്കെ. ഒരു പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 10 പേരെയും കൂടി എക്സ്ട്രാ കൊടുക്കുന്നു. അതായത് 20 പേരെയും കൂടി 20 പേരെ ഉപയോഗിച്ച് ആ പണി ചെയ്ത് നമ്മൾ എന്താണ് കുറച്ചുകൂടി നേരത്തെ വേഗത്തിൽ ആ പണി തീർക്കുന്നു. അതിനെയാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. ക്രാഷിംഗ് ഓഫ് നെറ്റ്വർക്ക്. ഓക്കെ. നമുക്ക് ഗേറ്റ് എക്സാമിനൊക്കെ ആണെങ്കിൽ അതിന്റെ വലിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. കേരള PSCക്ക് അതിന്റെ പ്രോബ്ലംസ് ഒന്നും സാധാരണ രീതിയിൽ ചോദിക്കാറില്ല. ഓക്കെ. എന്നാലും അതിന്റെ ഫണ്ടമെന്റലൊക്കെ അറിഞ്ഞിരുന്നോളാം. അപ്പൊ എക്സ്ട്രാ റിസോഴ്സസ് ആഡ് ചെയ്ത് പ്രൊജക്റ്റ് ഡ്യൂറേഷനെ കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. ക്രാഷിങ്ങിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കോസ്റ്റ് സ്ലോപ്പ്. ഓക്കെ. അപ്പോൾ ക്രാഷ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിലധികം ഹ്യൂമൻ റിസോഴ്സസ് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു പ്രൊജക്റ്റ് കാര്യം 20 ദിവസം കൊണ്ട് തീർക്കേണ്ട പ്രൊജക്റ്റ് 20 ദിവസം കൊണ്ട് തീരേണ്ട പ്രൊജക്റ്റ് നമുക്ക് വേണമെങ്കിൽ 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ. അതിനുവേണ്ടി നമ്മൾ എന്ത് വേണ്ടി വരും? എക്സ്ട്രാ മാൻ പവർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്ട്രാ റിസോഴ്സസ് കൊടുക്കേണ്ടി വരും. ഓക്കെ. ഈ എക്സ്ട്രാ റിസോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ്, ഈ ക്രാഷ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ ചിലവാകും, എക്സ്ട്രാ എമൗണ്ട് ചിലവാകും. ഒരു വീടിന്റെ പണി, അതൊരു ഭയങ്കര ഒരു പണക്കാരനെന്ന് വിചാരിക്കുക. വീടിന്റെ പണി സാധാരണയിൽ 100 ദിവസം കൊണ്ടാണ് തീരുള്ളൂ.
അപ്പൊ ആ പുള്ളിക്കാരന് പെട്ടെന്ന് അവിടെ താമസിക്കണം. അയാൾ ഗൾഫിൽ നിന്ന് റിട്ടേൺ വരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 50ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും അവിടെ താമസിക്കാൻ യോജ്യമാക്കുന്ന രീതിയിലാക്കണം അദ്ദേഹം കോൺട്രാക്ടറിനോട് പറയാണ്. അപ്പൊ കോൺട്രാക്ടർ എന്ത് ചെയ്യും? ആവശ്യത്തിൽ പണം നോക്കണ്ടെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ആവശ്യത്തിൽ അദ്ദേഹം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാ പണിയും പെട്ടെന്നാക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആ വീട് 50 ലക്ഷത്തിന് തീരേണ്ട ഒരു വീടാണെങ്കിൽ ചിലപ്പോൾ 60 ലക്ഷം 70 ലക്ഷം രൂപയാവും. മനസ്സിലാവുണ്ടോ? കാരണം അനാവശ്യമായിട്ട് കുറെ ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോയി കുത്തി നിറയ്ക്കുകയാണ്. സോ ക്രാഷ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ക്രാഷ് കോസ്റ്റിന്റെ വാല്യൂ ആയിരിക്കും വലിയ വാല്യൂ. അപ്പൊ ആ ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ്. നോർമൽ എന്ന് പറഞ്ഞാൽ 100 ദിവസം കൊണ്ട് തീർക്കേണ്ട, 100 ദിവസം കൊണ്ട് തീർക്കുമ്പോൾ ചിലവാകുന്ന പൈസ, അതാണ് നോർമൽ കോസ്റ്റ്, ഡിവൈഡഡ് ബൈ, ഇതായിരിക്കും വലുത്, ഇതായിരിക്കും ചെറുത്. വലുത് മൈനസ് ചെറുതാണ് എപ്പോഴും വരുള്ളൂ. ടൈം, നോർമൽ ടൈം ആണ് വലിയ വാല്യൂ അല്ലെ? നോർമൽ ടൈം അത് ചെയ്താൽ, അപ്പൊ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം, അതായത് എത്ര ദിവസത്തേക്ക് ചുരുക്കിയാണ് ചെയ്തത് എന്നാണ് ക്രാഷ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് സ്ലോപ്പ്. കേട്ടോ, കോസ്റ്റ് സ്ലോപ്പ്. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നേരിട്ട് തന്നിട്ട് കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാനും ചോദിക്കാം. കേട്ടോ, കോസ്റ്റ് സ്ലോപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ ദിസ് ഈസ് കോസ്റ്റ് സ്ലോപ്പ് in crashing. If TO is the optimistic time, TP is the pessimistic time, and TM is the most likely time, probabilistic time for completion of an activity is given by. Option D. ഞാൻ പറഞ്ഞതാണല്ലേ അത്. അപ്പൊ ഇത് ഓർത്തിരുന്നാളെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ 4 മാർക്കൊക്കെ മാറ്റി ചോദിക്കാം. മാറിപ്പോരുത് കേട്ടോ. മോസ്റ്റ് ലൈക്ലി ടൈമിൽ ഇപ്പഴാണ് 4 വരുന്നത്, ഡിവൈഡ് ബൈ 6 ആണ് വരുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളണം. അതിന്റെ ഒരു സിമിലർ പ്രോബ്ലം ആണ്. എ പെർട്ട് activity has an optimistic time of 3 days, pessimistic time of 15 days, expected time of 7 days. Most likely time of the activity is. ചെയ്ത് നോക്കി. മോസ്റ്റ് ലൈക്ലി ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ്പെക്ടഡ് ടൈം ഈസ് ഈക്വൽ ടു ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 times of most likely time പ്ലസ് pessimistic time divided by 6. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ്പെക്ടഡ് ടൈം ഈസ് 7 ഈക്വൽ ടു ഒപ്റ്റിമിസ്റ്റിക് ടൈം 3 പ്ലസ് 4 times of TM. Option B. Pessimistic time is 15 divided by 6 എന്ന് വരും. 7 6 42 മൈനസ് 18 is equal to 4 times of TM. TM is equal to 24/4 എന്ന് വരും. ഇപ്പൊ എത്ര വരും? 14 20 6 4 24. ഓപ്ഷൻ ബി എന്ന് വരും. 6 days അല്ലെ? 6 days. Performance of a specific task in CPM is known as Activity. ഒരു ടാസ്ക് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, കംപ്ലീഷൻ ഓഫ് എൻ ആക്ടിവിറ്റി ആണ് എന്ത്? കംപ്ലീഷൻ ഓഫ് എൻ ആക്ടിവിറ്റി ഇസ് നോൺ ആസ് വാട്ട്? ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. കേട്ടോ, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന, ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയും. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇവന്റ് എന്ന് പറയും. ഓക്കെ, ഡമ്മി ആക്ടിവിറ്റി റിക്വയർസ്. ഓപ്ഷൻ ഡി, നൈദർ റിസോഴ്സ് നോർ ടൈം. ഡമ്മി ആക്ടിവിറ്റീസിന് റിസോഴ്സസിന്റെ ആവശ്യമില്ല, ടൈമിന്റെ ആവശ്യമില്ല. ഓക്കെ, neither resource nor time. Okay. Positive slack on a PERT indicates that the project is ahead. പോസിറ്റീവ് സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, നമ്മുടെ ഫ്ലോട്ടിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു ഫ്ലോട്ട്. പോസിറ്റീവ് സ്ലാക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് ദർ ഈസ് ഫ്രീ ടൈം അല്ലെ? ഫ്രീ ടൈം ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ,
ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ദി പ്രൊജക്ട് ഈസ് എഹെഡ് ഓഫ് ദി ഷെഡ്യൂൾ ആണ്. ഷെഡ്യൂളിന് മുന്നേ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോസ്റ്റ് ഈസിലാക്കുന്നത് കേട്ടോ.